ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ്. ജില്ലയിൽ കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും കനത്ത തോൽവിക്ക് കാരണം സംസ്ഥാന നേതൃത്വമാണെന്ന് മുൻമന്ത്രി CN ബാലകൃഷ്ണൻ. തൃശൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും CN. സിവിൽ കേസുകളിൽ വ്യവഹാര തുകയുടെ 1% അധിക കോർട്ട് ഫീ ചുമത്താനുള്ള പുതിയ ഉത്തരവ് അമിത ബാധ്യത വരുത്തുമെന്ന ആക്ഷേപം. സാധാരണക്കാരെ കോടതിയിൽ നിന്ന് അകറ്റുന്ന നടപടിയാണിതെന്ന് അഭിഭാഷകർ. തൃശൂർ കളക്ടറേറ്റിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. നടപടി TCV വാർത്തയെ തുടർന്ന്. നാളികേരത്തിന് വില ഇടിഞ്ഞതോടെ കേര കർഷകർ പ്രതിസന്ധിയിൽ. സർക്കാർ ഏജൻസികൾ നടത്തുന്ന നാളികേര സംഭരണം നിലച്ചതും കർഷകർക്ക് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പിടിച്ചെടുത്ത് സർവീസ് നടത്തിയ വാഹനങ്ങൾക്ക് ഇനിയും വാടക നൽകിയില്ലെന്ന ആക്ഷേപം. റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വാഹന ഉടമകൾ. ചാവക്കാട് അഞ്ചങ്ങാടിയിൽ സ്കൂട്ടറിൽ കഞ്ചാവ് വിതരണം ചെയ്യാനെത്തിയ യുവാക്കളിൽ ഒരാളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കടപ്പുറം സ്വദേശി അലി അഹമ്മദാണ് അറസ്റ്റിലായത്. കൊടകര ആളൂർ റോഡിലെ പുലിപ്പാറക്കുന്നിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പുല്ലൂർ പുളിഞ്ചോട് സ്വദേശി സത്യനാണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കോൺഗ്രസിന്റെ കനത്ത തോൽവിക്ക് കാരണം സംസ്ഥാന നേതൃത്വമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് CN ബാലകൃഷ്ണൻ. തോൽവിയുടെ ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും CN ബാലകൃഷ്ണൻ പറഞ്ഞു. തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ KPCC ഉപസമിതിക്ക് മുന്നിൽ CN ബാലകൃഷ്ണനെതിരെ പത്മജീവനോപാലും അനിലക്കരയും പരാതി നൽകിയതിനെ തുടർന്നാണ് മുൻമന്ത്രി CN ബാലകൃഷ്ണൻ തൈക്കാട്ടുശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. തൃശ്ശൂരിലെ പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് CN ബാലകൃഷ്ണൻ മേക്കെട്ട് മാത്രം കയറ്റാൻ അതുകൊണ്ട് ആർക്കും തടി നോക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, യാതൊരു കാരണവശാലും ഞാൻ ആ കാര്യത്തിൽ ക്ഷീണിക്കുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് ഒരു അഭിപ്രായമുള്ള ആളാണ്. ഞാൻ പാർട്ടിക്കാരനാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന് വിരുദ്ധമായി ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. തോൽവിക്ക് കാരണക്കാരായവരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറ്റണം. താൻ കാരണക്കാരനാണെങ്കിൽ തന്നെയും മാറ്റണം. തിരഞ്ഞെടുപ്പിലേറ്റ ജാളിത മറയ്ക്കാനാണ് പത്മജ വേണുഗോപാലും അനിലക്കരയും തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നെന്ന് CN ബാലകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്യാതെ തോറ്റതിന്റെയും വോട്ട് കുറഞ്ഞതിന്റെയും ജാളിതയാണ് തന്റെ തലയിൽ ഇരുവരും കെട്ടിവെക്കാൻ നോക്കുന്നതെന്ന് CN ചൂണ്ടിക്കാട്ടി. തോൽവിയുടെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെയാണെങ്കിൽ അവരെ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പുനഃസംവിധാനം ചെയ്യണം. അടിമുടി മാറ്റങ്ങൾ വരുത്തണം പാർട്ടിയിൽ. അത് വേണ്ട ചെയ്യേണ്ട ആൾക്കാർ ചെയ്യണം. AICC കാര്യത്തിൽ ചേർത്തണം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ അന്വേഷണം അവിടെ നിന്ന് കൊടുക്കണം. അന്വേഷണം ആരോപണം ഉന്നയിച്ച് തന്നെ വീട്ടിലിരുത്താനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. പാർട്ടി സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടില്ല. തൃശൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തെ താൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. പക്ഷേ നേതൃത്വം ഇടപെട്ടില്ല. ഈ സാഹചര്യത്തിൽ തോൽവിയുടെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും CN ബാലകൃഷ്ണൻ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. സിവിൽ കേസുകളിൽ വ്യവഹാര തുകയുടെ 1% അധിക കോർട്ട് ഫീ ചുമത്താനുള്ള പുതിയ ഉത്തരവ് കോടതിയെ സമീപിക്കുന്നവർക്ക് അമിത ബാധ്യത വരുത്തുമെന്ന് ആക്ഷേപം. കുടുംബ കോടതികളെയും അപകട ഇൻഷുറൻസ് കേസുകളെയും ബാധിക്കുന്ന നടപടിക്കെതിരെ അഭിഭാഷകരടക്കമുള്ളവരുടെ പ്രതിഷേധം ശക്തമാകുന്നു. UDF സർക്കാരിന്റെ അവസാന കാലത്ത് ധനകാര്യ വകുപ്പാണ് പുതിയ നടപടിക്ക് അംഗീകാരം നൽകിയത്. UDF സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കി LDF സർക്കാർ ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. അഭിഭാഷകരുടെയും ക്ലർക്കുമാരുടെയും വെൽഫെയർ ഫണ്ടിലേക്കെന്ന വ്യാജേനയാണ് ഇത്തരമൊരു ഉത്തരവ് നടപ്പാക്കുന്നത്. എന്നാൽ കോടതികളെ സമീപിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ബാധ്യത വരുത്തുന്ന നടപടിയാണിതെന്നാണ് പ്രധാന ആക്ഷേപം. സ്വത്ത് തർക്കം, കുടുംബ കോടതികളിലെത്തുന്ന കേസുകൾ, ബാങ്കിംഗ്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലെ പണമിടപാട് തർക്കങ്ങൾ, നഷ്ടപരിഹാര കേസുകൾ എന്നിവയിലെല്ലാം അധിക കോർട്ട് ഫീ കെട്ടിവെച്ച ശേഷമേ ഇനി മുതൽ കേസ് ഫയൽ ചെയ്യാനാകൂ. 1 കോടി രൂപയുടെ സ്വത്ത് തർക്കം കേസായി ഫയൽ ചെയ്യണമെങ്കിൽ നിലവിൽ 300 രൂപയാണ് കോർട്ട് ഫീ എങ്കിൽ പുതിയ ഉത്തരവനുസരിച്ച് മൊത്തം തുകയുടെ 1%മായ 1 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ച ശേഷമേ ഇനി മുതൽ കേസ് നടത്താനാകൂ. കുടുംബ കോടതിയുടെ പരിഗണനയിലെത്തുന്ന വിവാഹമോചന കേസുകളിലും മറ്റും സ്വർണം തിരിച്ചു കിട്ടുന്നതിനായും പങ്കാളിയുടെ സ്വത്തിലുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായും
ധനകാര്യ സ്ഥാപനങ്ങളിൽ ഈടുവെക്കുന്ന വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതിനായി മറ്റും വലിയ തുക ഇനി കെട്ടിവെക്കേണ്ട സ്ഥിതിയാണ്. അപകട ഇൻഷുറൻസ് കേസുകളിലും ഈ ഉത്തരവ് പ്രാബല്യത്തിലാകും വിധമാണ് നിയമ ഭേദഗതി. കോടതിയെ നോക്കുകുത്തികളാക്കി ഗുണ്ടാസംഘങ്ങളും മധ്യസ്ഥരും രാഷ്ട്രീയക്കാരുമെല്ലാം സ്വത്ത് തർക്കവും സമാന വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന സാമൂഹിക അന്തരീക്ഷം ഇതുമൂലം സൃഷ്ടിക്കപ്പെടുമെന്നാണ് നിയമവിദഗ്ധരുടെ പക്ഷം. ഭാഗം വെക്കാൻ കോടതിയെ സമീപിക്കുമ്പോൾ 1 കോടി രൂപ വിലമതിക്കുന്ന ഒരു സ്വത്താണെങ്കിൽ 1 ലക്ഷം രൂപ തന്നെ ആദ്യം കോടതിയിൽ കെട്ടിവെക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ പുതിയ നിയമപ്രകാരം വരിക. നിലവിൽ 300 രൂപയ്ക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കേസ് 1 ലക്ഷം രൂപ കോർട്ട് ഫീസ് വെച്ച് കേസ് നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. സാധാരണക്കാർ നീതി കിട്ടാതെ വരുമ്പോൾ ഗുണ്ടായിസം അല്ലെങ്കിൽ ബാഹ്യ ഏജൻസികളെ നിയമിച്ച് കോടതിയുടെ അപ്പുറത്ത് കേസുകൾ സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും കോടതികളെ നോക്കുകുത്തികളാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഉത്തരവ് കൊണ്ട് വരാനിരിക്കുക. അഭിഭാഷകർക്ക് ആനുകൂല്യം നൽകാനെന്ന പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഖജനാവ് നിറയ്ക്കുന്ന നടപടിക്കെതിരെ അഭിഭാഷകർ തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. സാധാരണക്കാരെ കോടതിയിൽ നിന്നകറ്റുന്ന നടപടി അഭിഭാഷകരുടെ തൊഴിൽ സാധ്യതയ്ക്ക് ഭീഷണിയാണെന്നും ബാർ അസോസിയേഷനുകളോടൊന്നും ആലോചിക്കാതെയും സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാതെയും നടപ്പാക്കിയ തീരുമാനത്തിനെതിരെ വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നിയമരംഗത്തുള്ളവർ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കളക്ടറേറ്റിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. നടപടി TCV വാർത്തയെ തുടർന്ന്. കൊല്ലം കളക്ടറേറ്റ് നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ തൃശൂർ കളക്ടറേറ്റ് സുരക്ഷിതമല്ലെന്ന് TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടർ വി രതീശൻ കളക്ടറേറ്റിലെ വിവിധ വകുപ്പ് മേധാവികളുടെയും പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തത്. കളക്ടറേറ്റിലെ 4 ഗേറ്റുകളിലൂടെയുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പ്രധാന ഗേറ്റ് വഴിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും നിയന്ത്രണം നടപ്പിലാക്കുക. കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ വിവിധ കേസുകൾപ്പെട്ട് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റും. വാഹനങ്ങൾക്കും വാഹന പാർക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തും. ബാർ കൗൺസിലുമായി ആലോചിച്ച് വാഹന പാർക്കിങ്ങിന് നടപടിയെടുക്കും. കളക്ടറേറ്റിലെ ടോയ്ലറ്റുകളും പരിസരവും അടിയന്തരമായി ശുചീകരിക്കും. അതിരാവിലെയും വൈകിട്ടും കളക്ടറേറ്റ് കോമ്പൗണ്ട് ജോഗിങ്ങിനായി ഉപയോഗിക്കുന്നത് തടയും. അതേസമയം കളക്ടറേറ്റിലും മറ്റും ബന്ധപ്പെട്ട ഓഫീസുകളുടെ പരിസരങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. ഓഫീസ് സമയം കഴിഞ്ഞും അവധി ദിവസങ്ങളിലും സിവിൽ സ്റ്റേഷനിലെത്തുന്ന ജീവനക്കാർ മേലധികാരികളിൽ നിന്ന് അനുമതി പത്രം വാങ്ങണം. ഇവർ തിരിച്ചറിയൽ കാർഡ് ധരിക്കുകയും വേണം. കളക്ടറേറ്റിൽ ലോട്ടറി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിൽപ്പന അനുവദിക്കില്ലെന്നും കളക്ടർ അറിയിച്ചു. കളക്ടറേറ്റിലെ സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്തതിനായി വിവിധ വകുപ്പ് മേധാവികളെ ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. TCV ന്യൂസ്, തൃശൂർ. നാളികേരത്തിന്റെ വില ഇടിഞ്ഞതോടെ കേര കർഷകർ പ്രതിസന്ധിയിൽ. കൃഷിഭവനുകൾ മുഖാന്തിരം കേര ഫെഡ് പോലുള്ള സർക്കാർ ഏജൻസികൾ നടത്തുന്ന നാളികേര സംഭരണം നിലച്ചതും കർഷകർക്ക് തിരിച്ചടിയായി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഒരു ഇളനീരിന് 30 രൂപയും അതിലധികവും വില ലഭിക്കുമ്പോൾ ഒരു നാളികേരത്തിന് കേര കർഷകന് കിട്ടുന്നതാകട്ടെ 5 രൂപയിൽ താഴെ മാത്രം. ഇനി ഇളനീരായി വിൽക്കാമെന്ന് കരുതിയാൽ കേരളത്തിലെ ഇളനീരിന് ഡിമാൻഡുമില്ല. ഒരു തെങ്ങ് കയറാൻ തൊഴിലാളിക്ക് നൽകണം ചുരുങ്ങിയത് 30 രൂപ. നാളികേരം പൊളിക്കാനാകട്ടെ 70 പൈസയും. ഒരു തെങ്ങ് കടവാങ്ങി വളമിടാനും വരും ചുരുങ്ങിയത് 150 രൂപ. നാളികേരം ശേഖരിക്കാനുള്ള കൂലിയും വാഹനക്കൂലിയുമെല്ലാം കഴിയുമ്പോൾ ഒരു തേങ്ങയ്ക്ക് 2 രൂപ പോലും ലാഭം കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കൂടാതെ മണ്ടരി രോഗം മൂലം വിളവ് കുറയുന്നതും കേര കർഷകർക്ക് തിരിച്ചടിയായി. ആകെ കിട്ടാവുന്ന 4 രൂപയാണ് മാക്സിമം ഒരു തേങ്ങയ്ക്ക് വില കിട്ടുന്നത്. ഈ 4 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരന് ഒരു കാരണവശാലും മുതലിക്കാത്ത അവസ്ഥയാണ്. കാരണം ഒരു തെങ്ങുമ്പോൾ കയറണമെങ്കിൽ 30 രൂപ കൊടുക്കണം. ഇപ്പോൾ കേരളത്തിൽ തീരെ തെങ്ങ് കൃഷി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. കാരണം ആർക്കും മുതലിക്കില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആരും വളർന്നതിനെ നോക്കണില്ല. തെങ്ങ് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. നാളികേരത്തിന് കിലോയ്ക്ക് 25 രൂപ സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പൊതുവിപണിയിൽ ലഭിക്കുന്നത് 12 രൂപയിൽ താഴെ മാത്രം. കൃഷിഭവനുകൾ മുഖാന്തിരം കേരഫെഡ് പോലുള്ള സർക്കാർ ഏജൻസികൾ നടത്തിയിരുന്ന നാളികേര സംഭരണം 6 മാസമായി നിലച്ചതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. നേരത്തെ സംഭരിച്ച നാളികേരത്തിന്റെ വില പല കർഷകർക്കും ലഭിച്ചിട്ടുമില്ല. നാളികേര സംഭരണം നിലച്ചതോടെ പറമ്പുകളിൽ കൂട്ടിയിരുന്ന നാളികേരം കനത്ത മഴയിൽ മുളയ്ക്കാനും നശിക്കാനും തുടങ്ങി. കൊപ്ര സംഭരണവും നിലച്ച മട്ടിലാണ്. ഇപ്പോൾ കൃഷിഭവൻ തേങ്ങ എടുക്കണില്ല, തന്നെയുമല്ല ബിസിനസ്സുകാരും തേങ്ങ എടുക്കണില്ല, കൊപ്ര മില്ലുകാർ കൊപ്ര എടുക്കണില്ല. കൃഷിഭവൻ തന്നെ ഗവൺമെൻറ് തലത്തിൽ ഏതെങ്കിലും നിലനിൽപ്പ് ഇതിനുണ്ടാക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ കൃഷിക്കാരൻ വളരെ ദുർബലമായി പോകും. കേര കർഷകരെ സംരക്ഷിക്കാൻ പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും കൃഷിഭവനുകൾ വഴി ലഭിക്കുന്ന വളം സബ്സിഡി പോലും കിട്ടുന്നില്ലെന്നാണ് പരാതി. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ്
കേര കർഷകർ. കേരം തെങ്ങും കേരള നാട്ടിലെ കേര കർഷകർ ഇന്ന് നാളികേര കൃഷിയിൽ നിന്ന് പിന്മാറേണ്ട ഗതികേടിലാണ്. അതുകൊണ്ട് തന്നെ കേര കർഷകരെ സംരക്ഷിക്കാനും സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച 25 രൂപ താങ്ങുവിലയിൽ നാളികേരം സംഭരിക്കാനും നടപടി സ്വീകരിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പിടിച്ചെടുത്ത സർവീസ് നടത്തിയ വാഹനങ്ങൾക്ക് ഇനിയും വാടക നൽകിയില്ലെന്ന ആക്ഷേപം വ്യാപകം. വാഹനങ്ങളുടെ വാടക സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുന്നതായി പരാതി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി മോട്ടോർ വാഹന വകുപ്പാണ് കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനും ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യുന്നതിനുമായാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ജില്ലയിൽ ഇത്തരത്തിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പ്രവർത്തിച്ചത്. ബസ്സുകളും കാറുകളും ജീപ്പുകളും ടെമ്പോ ട്രാവലറുമെല്ലാമാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചത്. ഇന്ധന ചിലവിലേക്ക് ചെറിയ തുക അഡ്വാൻസ് നൽകിയതല്ലാതെ വാഹനങ്ങളുടെ വാടക ഇനിയും ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് വാഹനോടമകൾക്കുള്ളത്. പലരും ഒരാഴ്ച വരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നടത്തിയവരാണ്. 5000 മുതൽ 10000 രൂപ വരെ വാടക ഇനത്തിൽ ലഭിക്കാനായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ഇവർക്ക്. തെരഞ്ഞെടുപ്പ് വിഭാഗമാണ് ഇവർക്കുള്ള പണം നൽകേണ്ടത്. എന്നാൽ താലൂക്ക് ഓഫീസിലും കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിലും ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുന്ന മറുപടിയാണ് നൽകുന്നതെന്നാണ് ഇവരുടെ ആക്ഷേപം. 5 ദിവസത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ തഹസിൽദാരുടെ അടുത്ത് വിളിക്കുമ്പോഴായാലും കളക്ടറേറ്റിൽ വിളിക്കുമ്പോഴായാലും ഇതുവരെ കൃത്യമായിട്ടുള്ള മറുപടി തരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി കിട്ടാണ്ടായപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി അയച്ചു. പക്ഷേ ആ ഇമെയിലുകളൊന്നും പരിശോധിക്കാത്തത് കാരണം കൊണ്ട് ആ ഇമെയിൽ തിരിച്ചു വരാനുണ്ടായത്. ഇലക്ഷൻ കമ്മീഷനെ പരാതി നൽകാനായി ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് ഇമെയിൽ അയച്ചെങ്കിലും ഇൻബോക്സ് നിറഞ്ഞതിനാൽ മെയിൽ സ്വീകരിക്കാനാകില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. റവന്യൂ മന്ത്രി അടക്കമുള്ളവരോട് പ്രശ്നപരിഹാര നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും സാധാരണക്കാരായവരെ അവഗണിക്കുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇവരുടെ പരാതി. പുതിയ അധ്യയന വർഷാരംഭം മൂലം കുടുംബ ബജറ്റിന്റെ താളം തെറ്റിയിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു അവഗണന ഏറെ ദ്രോഹകരമാണെന്നാണ് ഇക്കൂട്ടരുടെ നിലപാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നടത്തിയ വാഹനങ്ങൾക്ക് പണം ലഭ്യമാകാൻ കാലതാമസം നേരിട്ടിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് അഞ്ചങ്ങാടിയിൽ സ്കൂട്ടറിൽ കഞ്ചാവ് വിതരണം ചെയ്യാനെത്തിയ യുവാക്കളിൽ ഒരാളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചാവക്കാട് തൊട്ടാപ്പ് കടപ്പുറം സ്വദേശി പള്ളത്ത് അലി അഹമ്മദാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോൺ മുഖേന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആവശ്യക്കാർക്ക് ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് എക്സൈസ് ഷാഡോ സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ചൊവ്വാഴ്ച രാത്രി 10-ന് എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാറും സംഘവും നടത്തിയ നീക്കത്തിലാണ് അലി അഹമ്മദ് പിടിയിലായത്. സ്കൂട്ടറിൽ എത്തിയ അലി അഹമ്മദിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് സ്വദേശി ഷിഹാബിനെയും എക്സൈസ് സംഘം തടയുകയായിരുന്നു. ഇതിനിടെ ഷിഹാബ് ഓടി രക്ഷപ്പെട്ടു. ഇയാളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉള്ളതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അലി അഹമ്മദ് സഞ്ചരിച്ച സ്കൂട്ടറിൽ നിന്ന് 50 ഗ്രാം കഞ്ചാവും കഞ്ചാവ് പാക്ക് ചെയ്യുവാനുള്ള ഏതാനും പോളിത്തീൻ കവറുകളും പിടിച്ചെടുത്തു. രക്ഷപ്പെട്ട ഷിഹാബിനെ പിടികൂടാൻ അന്വേഷണം ശക്തമാക്കിയതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ജിജി പോൾ, അഡീഷണൽ എക്സൈസ് ഇൻസ്പെക്ടർ എ പങ്കജാക്ഷൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KB രാജേഷ്, RS രാജേഷ്, ജോജോ, സന്തോഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കഞ്ചാവുമായി ചാവക്കാട് പൂക്കോടിൽ യുവാവിനെ എക്സൈസ് പിടികൂടി. പൂക്കോട് കോട്ടപ്പടിയിൽ ഉപ്പുങ്കൽ വീട്ടിൽ യദുകൃഷ്ണനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ MJ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊടകര ആളൂർ റോഡിലെ പുലിപ്പാറക്കുന്നിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പുല്ലൂർ പുളിഞ്ചോട് പണിക്കശ്ശേരി വീട്ടിൽ 65 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. കൊടകരയിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ ജോലിക്കാരനായി ഇയാൾ ബുധനാഴ്ച രാവിലെ കൊടകരയിലേക്ക് വരുമ്പോൾ പുലിപ്പാറക്കുന്ന് ഇറക്കത്ത് വെച്ചായിരുന്നു അപകടം. വെള്ളിക്കുളങ്ങര ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന സൗപർണിക ബസും സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. കൊടകരയിലെ ഏകലവ്യ പ്രവർത്തകരെത്തി ആംബുലൻസിൽ ഉടൻ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രഭാത സവാരിക്കിടെ പ്രവാസിയായ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. പൂവത്തൂർ രാരംപറമ്പിൽ രാഘവൻ മകൻ 53 വയസ്സുള്ള വിപാസനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 5-ന് നടക്കാനിറങ്ങിയ ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPM തിരുനെല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് വിപാസൻ. ശക്തമായി തിരയിൽപ്പെട്ട് വഞ്ചി തകർന്നതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. ബ്ലാങ്ങാട് കടപ്പുറത്ത് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരികയായിരുന്ന ആച്ചി രാജന്റെ വഞ്ചിയാണ് ബുധനാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത്. തലയ്ക്ക് പരിക്കേറ്റ മൂക്കൻ ശ്രീനിവാസനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വഞ്ചിയിലുണ്ടായിരുന്ന കളൂർ രാമു, കുപ്പേരി ചന്ദ്രൻ, കെട്ടിപ്പാര പ്രേമൻ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജി ശങ്കരപ്പിള്ള സ്മാരക പ്രഭാഷണവും നാടക അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു. CR ദാസ് സ്മാരക പ്രഭാഷണം നടത്തി. ജി ശങ്കരപ്പിള്ള നാടക അവാർഡ് ഗിരീഷ് കളത്തിലിന് TM എബ്രഹാം സമ്മാനിച്ചു. പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷനായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ന് രാഷ്ട്രീയമില്ലെന്നും അരാഷ്ട്രീയമാണുള്ളതെന്നും ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ പറഞ്ഞു. സമകാലീന സംഭവ വികാസങ്ങളിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയ്ക്കായി പാർട്ടി ജില്ലാ ഘടകം തൃശൂരിൽ സംഘടിപ്പിച്ച കേരള ഡയലോഗ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളിൽ മലയാളികൾ അഹങ്കാരം കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറയുകയും വ്യാപാരവൽക്കരിക്കപ്പെടുകയും ചെയ്തു. വിദ്യാർത്ഥികളും ഇന്ന് വഞ്ചിക്കപ്പെടുകയാണെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വിടുക എന്ന വിഷയത്തിൽ CR നീലകണ്ഠനും അതിരപ്പള്ളി പദ്ധതി പരിസ്ഥിതി പ്രശ്നവും ബദൽ മാർഗങ്ങളും എന്ന വിഷയത്തിൽ പ്രൊഫസർ സാറ ജോസഫും ജിഷ വധത്തിൽ തെളിവ് നശിപ്പിച്ച പോലീസിനെ കൂടി പ്രതി ചേർക്കുക എന്ന വിഷയത്തിൽ മിനി കെ ഫിലിപ്പും പ്രഭാഷണങ്ങൾ നടത്തി. ആം ആദ്മി പാർട്ടി ജില്ലാ കൺവീനർ നിഷാദ് തളിക്കുളം അധ്യക്ഷത വഹിച്ചു. C രാജേഷ് കുമാർ, തോമസ് കോട്ടൂരാൻ, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അമല ജംഗ്ഷനിൽ കേന്ദ്ര നാർക്കോട്ടിക് ആൻഡ് അനലൈസ് സെന്ററിലെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സന്തോഷ്, സജിത്, പ്രസൻ എന്നിവർക്കാണ് പരിക്ക്. കാക്കനാട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ മിനി ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. മേത്തല സ്വദേശി ശശിക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 ബൈപ്പാസിലെ ഗൗരി ശങ്കർ ജംഗ്ഷനിൽ സർവീസ് റോഡിലായിരുന്നു അപകടം. ഹോസ്റ്റൽ ക്യാന്റീൻ സൗകര്യം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് അയ്യന്തോൾ ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ കിടപ്പു സമരം നടത്തുന്നു. 25 വർഷം പിന്നിടുന്ന ഗവൺമെന്റ് ലോ കോളേജിൽ ഇതുവരെയും ഹോസ്റ്റൽ ക്യാന്റീൻ സൗകര്യമില്ല. കേരളത്തിലെ 4 കോളേജുകളിൽ തൃശൂരിൽ മാത്രമാണ് ഹോസ്റ്റൽ ക്യാന്റീൻ സൗകര്യം ഇല്ലാത്തത്. നാളുകളായുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് SFIയുടെയും കോളേജ് യൂണിയന്റെയും നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 6000-ഓളം രൂപ ഫീസ് വേണം. ഇത് താങ്ങാവുന്നതിലപ്പുറമാണെന്നും ലോ കോളേജിലെ ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ലഭിക്കാൻ പ്രയാസമാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കോളേജ് അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. തങ്ങളുടെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ കൈമലർത്തുകയായിരുന്നു. PWD, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളെ സമീപിച്ചപ്പോൾ കോളേജ് അധികൃതരിൽ നിന്ന് അത്തരത്തിലൊരു ആവശ്യം വന്നിട്ടില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ പല അധികാരികളെ പല തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ MLA ആയിക്കോട്ടെ, പഴയ MLA, MP തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളെ സമീപിച്ചു. പല സമരങ്ങളും നടന്നു. ഒരു സമരത്തിലും ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു നല്ല ഒരു സമീപനം ഇന്നും ആരും സ്വീകരിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വന്നത്. ക്യാന്റീൻ സൗകര്യം ഇല്ലാത്തതുമൂലം ഭക്ഷണത്തിനായി വലിയ തുക മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. കോളേജ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ ഭക്ഷണം പാചകം ചെയ്തും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അനുകൂലമായി തീരുമാനമുണ്ടാകും വരെ സമരം തുടരുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ ആവശ്യമുന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. പെൺകുട്ടികളടക്കം 30ഓളം വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. SFI യൂണിറ്റ് പ്രസിഡന്റ് റിജോ ഡോമി, കോളേജ് യൂണിയൻ ചെയർമാൻ മിലിന്ദ്, സെക്രട്ടറി അജിത് കാർത്തികേയൻ, TA അനീസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 1.5 കോടി രൂപയുടെ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനം. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഭക്തജന തിരക്ക് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ കാര്യക്ഷമത ദേവസ്വം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ച് സുരക്ഷാ സംവിധാനം കർശനമാക്കാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിലെ നിലവിലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ IG-യുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ക്ഷേത്ര പരിസരത്തുള്ള നിരീക്ഷണ ക്യാമറകൾ കാര്യക്ഷമമല്ലെന്ന് സംഘം കണ്ടെത്തി. ഇവ കാര്യക്ഷമമാക്കാനും 3 മാസത്തിനകം കൂടുതലായി 60 ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിലും നടപ്പന്തലുകളിലും ക്ഷേത്ര പരിസരങ്ങളിലുമൊക്കെയാണ് ക്യാമറകൾ സ്ഥാപിക്കുക. 18 മെറ്റൽ ഡിറ്റക്ടറുകൾ, 4 സ്മോക്ക് ഡിറ്റക്ടറുകൾ, ഡ്രാഗൺ ലൈറ്റുകൾ, ബോംബ് ഇൻഹെറിറ്റർ തുടങ്ങിയവയും പുതിയതായി വാങ്ങും. 28 ലക്ഷം രൂപ ചിലവുള്ള ബോംബ് സ്യൂട്ടും ഇവയിൽ ഉൾപ്പെടും. ബോംബ് സ്യൂട്ട് ഈ മാസം കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഹിമേന്ദ്രനാഥ്, ഗുരുവായൂർ ACP R ജയചന്ദ്രൻപിള്ള, DVSP-മാരായ KK രവീന്ദ്രൻ, ബാബുരാജ്, ഗുരുവായൂർ CI N രാജേഷ്, ബോംബ് സ്ക്വാഡ് CI ബോസ്കോ ജോസഫ്,
ദേവസ്വം ഭരണസമിതി അംഗം കെ കുഞ്ഞുണ്ണി, അഡ്മിനിസ്ട്രേറ്റർ CN അച്യുതൻ നായർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. യുവതിയെ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതി LP സ്ക്വാഡിന്റെ പിടിയിൽ. വെട്ടുകാട് സ്വദേശി മുല്ലക്കൽ വീട്ടിൽ അനി എന്ന അനീഷാണ് പിടിയിലായത്. കൈനൂർ സ്വദേശിനിയായ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുകയും തടയാൻ ചെന്ന യുവതിയെയും ഭർത്താവിനെയും മകളെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന LP സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO സാജ്, CPO പ്രദീപ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. ചേലക്കര പങ്ങാരപ്പള്ളി പനംകുറ്റിയിൽ വീടിനുള്ളിൽ വൃദ്ധയെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പനംകുറ്റി നന്ദ്യാത്തുകുന്ന് 85 വയസ്സുള്ള കാളിയാണ് മരിച്ചത്. ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലാണ് മൃതദേഹം. 2 ദിവസമായിട്ടും കാളിയെ പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. 6 മാസമായി ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് മോഡലിൽ മുണ്ടൂർ സൽസബീൽ സെൻട്രൽ സ്കൂളിൽ ലീഡർമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് ബൂത്തിൽ ഫോട്ടോ പതിച്ച ബാലറ്റ് പേപ്പറിലായിരുന്നു കുട്ടി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 3 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിനിയോഗിച്ചത്. പ്രിൻസിപ്പാൾ CA ഫ്രാൻസിസ്, അഡ്മിനിസ്ട്രേറ്റർ MC ശശിധരൻ, വൈസ് പ്രിൻസിപ്പാൾ സ്റ്റാൻലി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. SNDP യൂണിയൻ കുന്നംകുളം കൗൺസിൽ യോഗത്തിൽ സംഘർഷം. യൂണിയനിലെ സാമ്പത്തിക തിരിമറി ചോദ്യം ചെയ്ത യോഗം ഡയറക്ടർ പോർക്കുളം കൊങ്ങന്നൂർ വലിയ വളപ്പിൽ സിദ്ധാർത്ഥനെ യൂണിയൻ ഭാരവാഹികൾ മർദ്ദിച്ചു. മൈക്രോ ഫിനാൻസ്, JLG വായ്പകളിൽ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ അടയ്ക്കാൻ വൈകിയതിനെയും കണക്കുകൾ യോഗത്തിൽ വെക്കാത്തതിനെയും ചോദിച്ചപ്പോൾ യൂണിയൻ ഭാരവാഹികൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. മൂക്കിന് പരിക്കേറ്റ ഇയാളെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 11 പേരാണ് യൂണിയൻ കൗൺസിൽ അംഗങ്ങളായുള്ളതെന്നും എന്നാൽ ഇവരിൽ പകുതിയോളം പേരെ യോഗത്തിന് വിളിച്ചിരുന്നില്ലെന്നും അതേസമയം കൗൺസിലിൽ ഇല്ലാത്ത കാർ ഡ്രൈവറെ യോഗത്തിൽ പങ്കെടുപ്പിച്ചെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞു. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ് മണിക്കൂറുകളോളം ഭീതി പരത്തിയ കൊമ്പനെ മയക്കുവെടി വെച്ച് തളച്ചു. ദേവസ്വം കൊമ്പൻ പീതാംബരനാണ് ബുധനാഴ്ച രാവിലെ 11ഓടെ ഇടഞ്ഞത്. മതപ്പാടിലായിരുന്ന കൊമ്പന് പട്ട നൽകാനായി പാപ്പാന്മാർ അടുത്തെത്തിയതോടെ മുൻകാലിലെ ചങ്ങലകൾ പൊട്ടിക്കുകയായിരുന്നു. പിൻകാലിലെ ചങ്ങല കെട്ടുംതറയിൽ തളച്ചിരുന്നതിനാൽ ആനയ്ക്ക് ഓടാനായില്ല. എങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ കൊമ്പൻ പരിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പാപ്പാന്മാർക്ക് അടുത്തുപോകാനും ധൈര്യം വന്നില്ല. ഉച്ചയ്ക്ക് 2ഓടെ ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ K വിവേക് എത്തി മയക്കുവെടി വെച്ചാണ് തളച്ചത്. ആന ഇടഞ്ഞതോടെ സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിന്റെ ഗേറ്റ് അടച്ചു. ആന വരുതിയിൽ വരാതിരുന്നതിനാലാണ് മയക്കുവെടി വെക്കേണ്ടി വന്നതെന്ന് ഡോക്ടർ K വിവേക് പറഞ്ഞു. മയക്കുവെടി വെച്ചെങ്കിലും ആന വരുതിയിലായില്ല. വൈകിട്ട് 5ഓടെയാണ് ആനയെ പൂർണ്ണമായും വരുതിയിലാക്കാനായത്. എടവിലങ്ങിൽ കുടംപുളി ഉണക്കുന്ന ഓലപ്പുര കത്തിനശിച്ചു. കാര പഞ്ചായത്ത് കുളത്തിന് പടിഞ്ഞാറ് വശം ചെന്നറ കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥയിലുള്ള ഓലപ്പുരയാണ് കത്തിനശിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഓലപ്പുരയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന കുടംപുളി ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 25,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഓലപ്പുരയുടെ സമീപത്തെ ചില മരങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. തൃശൂർ നായ്ക്കനാൽ പുലിക്കളി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവേകോദയം സ്കൂളിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. സ്കൂൾ മാനേജരും മുൻ MLAയുമായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പത്മശ്രീ CK മേനോൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജയരാജ് വാര്യർ, നായ്ക്കനാൽ പുലിക്കളി സംഘം പ്രസിഡന്റ് PR ഹരിഹരൻ, കൺവീനർ P പങ്കജാക്ഷൻ, സ്കൂൾ പ്രധാന അധ്യാപകരായ പ്രമീള, ലത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിർധനരായ 51 കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു. രാമവർമ്മപുരം മേയർ ക്യാമ്പിലെ ക്വാർട്ടേഴ്സ് പരിസരത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ചൊവ്വാഴ്ച രാത്രി 9ഓടെയാണ് പാമ്പിനെ കണ്ടത്. 9 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പറവട്ടാനി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ജീവനക്കാരൻ ജോജുവും കോലഴി സ്വദേശി ശ്രീനാഥും ചേർന്നാണ് പിടികൂടിയത്. പറവട്ടാനി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയ പാമ്പിനെ കാട്ടിൽ വിട്ടയക്കും. ഒരു വീട്ടിൽ ഒരു മരം എന്ന ആശയവുമായി കുഴൂർ കണ്ടംകുളത്തെ വൈദ്യശാല തണൽ നടുന്നവർ എന്ന പദ്ധതി നടപ്പാക്കുന്നു. ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യുന്ന ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ പരിപാലിക്കപ്പെടാതെ നശിച്ചു പോകുന്നത് പതിവായപ്പോഴാണ് കുഴൂർ കണ്ടംകുളത്തി വൈദ്യശാല ഹെർബൽ വിഭാഗം
നൂതന ആശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് കുഴൂർ ഗ്രാമപഞ്ചായത്തിലാണ്. വൃക്ഷത്തൈ വിതരണം പരിസ്ഥിതി ദിനത്തിലെ ചടങ്ങിൽ ഒതുക്കാതെയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് കുഴൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ വഴി എല്ലാ വീടുകളിലേക്കും വൃക്ഷത്തൈ നൽകും. തുടർന്ന് വിതരണം ചെയ്ത ചെടിയുടെ വളർച്ച നിരീക്ഷിച്ച് മികച്ച സമ്മാനം നൽകുന്നതാണ് തണൽ നടുന്നവർ പദ്ധതിയിലൂടെ കണ്ടംകുളത്തി വൈദ്യശാല നടപ്പാക്കുന്നത്. 1 വർഷത്തെ വളർച്ച വിലയിരുത്തിയാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുക. വിതരണം ചെയ്യുന്നവയിൽ നിരവധി ഇനം ഔഷധച്ചെടികളും ഉണ്ടെന്നതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. ഏറ്റവും നന്നായി വൃക്ഷത്തൈ പരിപാലിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളെ കണ്ടെത്തി ക്യാഷ് അവാർഡ് നൽകുമെന്നും പദ്ധതിയെക്കുറിച്ച് കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ KP വിൽസൺ പറഞ്ഞു. ഈ വർഷത്തെ ഒരു പുതിയ കണ്ടംകുളത്തി വൈദ്യശാലയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങളൊരു പുതിയ പദ്ധതി തണൽ നടുന്നവർ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വൈദ്യശാലയുടെ ഹെർബൽ ഗാർഡൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ കുഴൂർ പഞ്ചായത്തിൻ്റെ എല്ലാ വീടുകളിലും ഒരു ഔഷധ വൃക്ഷം അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യം വളരുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. ഈ ഞാറ്റുവേല കാലഘട്ടത്തിൽ നടുന്ന ഓരോ വൃക്ഷത്തൈയും ഭാവിയിൽ ഒരു തണലായി വളർന്നു കാണാനാണ് ഇത്തരത്തിലുള്ള വേറിട്ട പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ വിതരണം ചെയ്യാനുള്ള തൈകൾ ഹെർബൽ വിഭാഗത്തിൽ ശേഖരിച്ചിട്ടുണ്ടെന്നും KP വിൽസൺ അറിയിച്ചു. തണൽ നടുന്നവർ പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുഴൂർ വ്യാപാര ഭവൻ ഹാളിൽ രാവിലെ 10-ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പ്രമുഖർ ക്ലാസ് എടുക്കും. കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ വൃക്ഷത്തൈ വിതരണോദ്ഘാടനം നിർവഹിക്കും. TCV മാള. തൃശൂർ വാട്ടർ അതോറിറ്റിയിലെ ഓഫീസ് നടപടിക്രമങ്ങൾ സ്മാർട്ടാകുന്നു. വാട്ടർ അതോറിറ്റി ഓഫീസിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസേഷൻ ആയതോടെ പണമടയ്ക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് എളുപ്പമാകും. കമ്പ്യൂട്ടറൈസേഷന്റെ ഉദ്ഘാടനം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VM പ്രവീൺകുമാർ നിർവഹിച്ചു. ഡാറ്റ ഡെവലപ്മെന്റ് ഓഫീസർ ജിതേന്ദ്രിയൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ UG ലളിത, ബെന്നി എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് സമീപം മീൻ കയറ്റി വന്ന ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മീൻ ലോറി തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികരായ മതിലകം പുന്നയ്ക്ക് ബസാർ പേരാമംഗലത്ത് അജ്മൽ, ഇരിങ്ങാലക്കുട പാണങ്ങാട്ട് സഞ്ജയ്, ലോറി ഡ്രൈവർ വിഴിഞ്ഞം സ്വദേശി മേൽഭവനിൽ വിജയൻ എന്നിവർക്കാണ് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെ 3-ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ലോറിയിലുണ്ടായിരുന്ന മത്സ്യം റോഡിൽ ചിതറി. പിന്നീട് മറ്റൊരു വാഹനം കൊണ്ടുവന്ന് മത്സ്യം കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. മതിലകം പോലീസും ലൈഫ് ഗാർഡ്, ആക്ട്സ് പ്രവർത്തകരും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. പോലീസ് കേസ് ഒത്തുതീർന്നതിനുള്ള നഷ്ടപരിഹാര തുക വൃക്കരോഗിയുടെ ചികിത്സയ്ക്കായി നൽകി. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ വർഷം നടന്ന സംഘർഷത്തിനിടയിൽ സംഘട്ടനം നടന്നിരുന്നു. AISF ജില്ലാ പ്രസിഡന്റ് MP പ്രശാന്തിന് തലയ്ക്കടിയേറ്റ് ആശുപത്രിയിലാവുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രശാന്തിന് നഷ്ടപരിഹാരം നൽകാൻ കേസിൽ ഉൾപ്പെട്ട തൃശൂർ സ്വദേശി അനീഷ് പുല്ലൂറ്റ്, ഋഷി എന്നിവർ മുന്നോട്ട് വരികയായിരുന്നു. വിദേശത്തേക്ക് പോകാൻ കേസ് തടസ്സമായതിനാലാണ് ഇവർ ഒത്തുതീർപ്പിന് മുന്നോട്ട് വന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന പടന്ന സ്വദേശി സന്ദീപിനെ സഹായിക്കണമെന്ന ആവശ്യം പ്രശാന്ത് ഇവർക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഇതോടെ സന്ദീപ് ചികിത്സാ സഹായ നിധിയിലേക്ക് 50,000 രൂപ അനീഷും ഋഷിയും നൽകാൻ തയ്യാറായി. ഈ തുക നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രനെ ഏൽപ്പിക്കുകയും ചെയ്തു. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരമേകി നിൽക്കുന്ന തൃശൂർ നായ്ക്കനാലിലെ ലക്ഷ്മി സ്റ്റോഴ്സിന്റെ ബിഗ് ആടിമാസ സെയിലിന് തുടക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും പുതിയ കളക്ഷനുമായാണ് ലക്ഷ്മി സ്റ്റോഴ്സ് ഈ വർഷത്തെ ബിഗ് ആടിമാസ സെയിൽ ആരംഭിച്ചിരിക്കുന്നത്. കാഞ്ചീപുരം പട്ടുസാരികൾ, കോട്ടൺ, ഫാൻസി, സിന്തറ്റിക് ഷിഫോൺ സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിലാണ് ലക്ഷ്മി സ്റ്റോഴ്സ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. ആടിമാസ സെയിലിന്റെ ആദ്യ ദിവസം തന്നെ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് ഷോറൂമിൽ അനുഭവപ്പെട്ടത്. ഷോറൂമിലെ കളക്ഷനുകളെക്കുറിച്ചും ഓഫറുകളെക്കുറിച്ചും ഉപഭോക്താക്കൾക്കും മികച്ച അഭിപ്രായമാണുള്ളത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗുണമേന്മയുള്ള സ്പെഷ്യൽ കളക്ഷനുകളാണ് ബിഗ് ആടിമാസ സെയിലിൽ എത്തിച്ചിട്ടുള്ളത്. ഞായറാഴ്ചയും സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കോൺഗ്രസിന്റെയും UDFന്റെയും കനത്ത തോൽവിക്ക് കാരണം സംസ്ഥാന നേതൃത്വമാണെന്ന് മുൻമന്ത്രി CN ബാലകൃഷ്ണൻ. തൃശൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും CN. സിവിൽ കേസുകളിൽ വ്യവഹാരത്തുകയുടെ 1% അധിക കോർട്ട് ഫീ ചുമത്താനുള്ള പുതിയ ഉത്തരവ് അമിത ബാധ്യത വരുത്തുമെന്ന ആക്ഷേപം. സാധാരണക്കാരെ കോടതിയിൽ നകറ്റുന്ന നടപടിയാണിതെന്ന് അഭിഭാഷകർ.
തൃശൂർ കളക്ടറേറ്റിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. നടപടി TCV വാർത്തയെ തുടർന്ന്. നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ കേര കർഷകർ പ്രതിസന്ധിയിൽ. സർക്കാർ ഏജൻസികൾ നടത്തുന്ന നാളികേര സംഭരണം നിലച്ചതും കർഷകർക്ക് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പിടിച്ചെടുത്ത് സർവീസ് നടത്തിയ വാഹനങ്ങൾക്ക് ഇനിയും വാടക നൽകിയില്ലെന്ന ആക്ഷേപം. റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വാഹന ഉടമകൾ. ചാവക്കാട് അഞ്ചങ്ങാടിയിൽ സ്കൂട്ടറിൽ കഞ്ചാവ് വിതരണം ചെയ്യാനെത്തിയ യുവാക്കളിൽ ഒരാളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കടപ്പുറം സ്വദേശി അലി അഹമ്മദാണ് അറസ്റ്റിലായത്. കൊടകര ആളൂർ റോഡിലെ പുലിപ്പാറക്കുന്നിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പുളിഞ്ചോട് സ്വദേശി സത്യനാണ് മരിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്